നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ എലി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ കയറി നമ്മളൊന്ന് റിപ്പയർ ചെയ്തു, രണ്ടാമത്തെ തവണ നമ്മുടെ വാഹനത്തിൽ കയറി പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജോയൽ സിബി ആണ് ചോദിച്ചിരിക്കുന്നത്. 5655 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, എൻ്റെ കാർ വാഗണാർ 2012 എലി കയറി ഒരു ആഴ്ചയായി കിട്ടിയില്ല, ബട്ട് ഇപ്പോൾ പിടിച്ചു. വൺ ഡൗട്ട്, കുറച്ച് ഇയേഴ്സ് മുമ്പ് എലി കയറി വയേഴ്സ് കട്ട് ചെയ്തു. അത് ഇൻസുലേഷൻ ചെയ്തതാണ്. അന്ന് വൺ സൈഡ് ഇൻഡിക്കേറ്റർ സെൻട്രൽ ലോക്ക് വൺ സൈഡ് ആവുന്നില്ല, വൺ സൈഡ് സ്പീക്കർ ഔട്ടില്ല. ഓക്കെ, പക്ഷേ ഇപ്പം ഇങ്ങനെ ഫോൾട്ട് ഒന്നും നിലവിലില്ല, ബാറ്ററി ഡൗൺ ആകുന്നുമില്ല. മേ ഐ നോ ഇഫ് എലി വയറിംഗ് പണിതിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമോ? ഇൻഫർമേറ്റീവ് വീഡിയോ ഓൺ ഇലക്ട്രിക്കൽസ്. താങ്ക് യു. അപ്പോൾ ഏതായാലും നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പലർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ വാഹനത്തിൽ ഒരു തവണ എലി കയറി, നമ്മൾ ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ കാണിച്ചു, ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം വാഹനത്തിൽ എലി കയറി. ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബാറ്ററി ഡൗൺ ആവുന്നില്ല, സ്പീക്കറിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, സെൻട്രൽ ലോക്കിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഒരാഴ്ചയ്ക്ക് മേളിൽ നമ്മുടെ വാഹനത്തിൽ എലി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പണി കാണിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പം മെയിൻ ലൈൻ ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് സ്ലീവ് കളഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സ്ലീവ് കളഞ്ഞിട്ട് ആ കോപ്പർ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കാത്തത്. പക്ഷേ കാലക്രമേണ ഇത് വേറെ ഏതെങ്കിലും വയർ ഇതിൻ്റെ പുറത്തൊന്ന് ഒരഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് വൈബ്രേഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ട്, മീൻസ് സ്ലീവ് എല്ലാം കളഞ്ഞിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് ഉരസി ഇത് നാളെ ഷോർട്ട് ആകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മെറ്റൽ പോർഷനിലാകാം, വേറൊരു വയറുമായിട്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ഇപ്പം കോൺടാക്റ്റ് വരാതെ നിൽക്കുന്നുള്ളതുകൊണ്ടായിരിക്കും പ്രോബ്ലംസ് കാണിക്കാതെ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ രണ്ട് വയറും കൂടെ ഒന്നിച്ച് കോൺടാക്റ്റ് വരുമ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടാകാം, ഹീറ്റ് ഉണ്ടാകാം, തീ ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് കൊണ്ട് കാണിച്ചൊന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ജനറൽ ഇൻസ്പെക്ഷൻ, അതായത് ഈ കാര്യം അവരോട് പറയണം. വയറിങ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിനകത്തുനിന്ന് സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ഇല്ല എന്നാലും ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവരെ ഒന്ന് കൊണ്ട് കാണിച്ച് എല്ലാ പോയിന്റുകളൊന്ന് ചെക്ക് ചെയ്ത്, ഇൻക്ലൂഡിങ് നമ്മുടെ ഫ്യൂൽ ടാങ്കിലോട്ട് പോകുന്ന വയറിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ല കാര്യമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വെച്ച് ലോങ് ഡ്രൈവോ കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ അധികം നേരം എടുക്കാതെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ നമ്മളെ ഫ്രീ ആക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളൊരു കൺഫർമേഷനിലോട്ട് എത്താവുള്ളൂ.